വെൽകെയർ ഫാർമസിയും അല്ലവിയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, മരുന്നുകൾ, ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ 2 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു. ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു നല്ല ശീലങ്ങൾ. വാഫിയ ഡേറ്റ്സ്, ദ ന്യൂ ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചർ. നമസ്കാരം, ഈ യുഗം ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി 5 നടക്കുന്ന GCC ഉച്ചകോടിക്ക് മുമ്പായി ഗൾഫ് പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈൻ. ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവിന്റെ നേതൃത്വത്തിൽ ചേർന്ന സുപ്രീം ഡിഫൻസ് കൗൺസിൽ യോഗത്തിലാണ് ബഹ്റൈൻ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും സമാധാന പാതയിലൂടെ പരിഹരിക്കുന്നതിന് ശ്രമങ്ങളുണ്ടാവണമെന്ന് യോഗം ആവശ്യപ്പെട്ടതായി ബഹ്റൈൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജനുവരി 5 സൗദിയിലാണ് ഈ വർഷത്തെ GCC ഉച്ചകോടി നടക്കുക. 3 വർഷമായി തുടരുന്ന ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സൗദിയുടെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുവരുന്നതിനിടെയാണ് ബഹ്റൈനിന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ഖത്തർ ജലാതിർത്തി ലംഘിച്ചെത്തിയ 2 ബഹ്റൈനി ബോട്ടുകളെ അടുത്തിടെ ഖത്തർ തീരദേശ സേന പിടികൂടിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഉലച്ചിരുന്നു. ജനിതക മാറ്റം സംഭവിച്ച പുതിയ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടൻ, സൗത്ത് ആഫ്രിക്ക, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് ക്വാറന്റൈനിനായി 6 ഹോട്ടലുകൾ നിജപ്പെടുത്തി ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ലാസിജാൽ ഹോട്ടൽ, ഇന്റർ കോണ്ടിനെന്റൽ ദോഹ സിറ്റി, മെർക്കുറി ഗ്രാൻഡ് ഹോട്ടൽ, സിറ്റി സെന്റർ റോത്താന, ദ ടോർച്ച് ദോഹ, റാഡിസൺ ബ്ലൂ ഹോട്ടൽ എന്നിവയാണ് ആരോഗ്യ മന്ത്രാലയം യാത്രക്കാർക്ക് ക്വാറന്റൈനിനായി നിർദ്ദേശിച്ച ഹോട്ടലുകൾ. ഈ മാസം 22 ശേഷം ഈ 4 രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ ഒരാഴ്ചത്തെ ഹോട്ടൽ ക്വാറന്റൈനിൽ പോകണമെന്നാണ് ഖത്തറിലെ ചട്ടം. ഈ വർഷത്തെ ഫിഫ ക്ലബ് ലോകകപ്പ് മത്സരങ്ങൾക്ക് ഖത്തർ ആതിഥ്യം അരുളും. ജനുവരി 1 മുതൽ ഫെബ്രുവരി 11 വരെ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾക്കാണ് ഖത്തർ വേദിയാവുക. 2022 ഫുട്ബോൾ ലോകകപ്പിനായി ഒരുക്കിയ അഹമ്മദ് ബിൻ ഖലീഫ സ്റ്റേഡിയം, ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം, എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. നേരത്തെ നടക്കേണ്ട ടൂർണമെന്റ് കോവിഡ് പ്രതിസന്ധി കാരണം നീണ്ടുപോവുകയായിരുന്നു. 6 ഭൂഖണ്ഡങ്ങളിലെ കോൺഫെഡറേഷനുകൾ ഉൾപ്പെടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തെ ലീഗ് ടൂർണമെന്റ് ജേതാക്കളടക്കം ക്ലബ് ലോകകപ്പിൽ മത്സരിക്കും. ഖത്തർ ക്ലബ് അൽ ദുഹയിലും ന്യൂസിലാൻഡിലെ ഓക്ലൻഡ് സിറ്റിയും തമ്മിലാണ് ആദ്യ മത്സരം. റോഡരികിലെ പക്ഷിക്കൂട്ടത്തെ വേട്ടയാടിയ വീഡിയോ വൈറലായതോടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് ഖത്തർ. ഖത്തർ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയമാണ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത്. വേട്ടക്കായി ഉപയോഗിച്ച ആയുധങ്ങൾ പ്രതികളിൽ നിന്നും കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഒമാനിൽ 2 ഇടങ്ങളിലായി നടന്ന ബസ് അപകടങ്ങളിൽ 2 പേർ മരിച്ചു, 32 പേർക്ക് പരിക്കേറ്റു. മസ്കത്ത് ഗവർണറേറ്റിൽ നടന്ന അപകടത്തിലാണ് 2 പേർ മരിച്ചത്. 25 പേരുമായി പോവുകയായിരുന്ന ബസ് ഹൽബാൻ പാലത്തിന് സമീപമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ഈ അപകടത്തിൽ 20 പേർക്ക് പരിക്കുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് ഏറെ നേരം സീബ് ഭാഗത്തേക്കുള്ള ഗതാഗതം സ്തംഭിച്ചു. നേരത്തെ അൽ വുസ്ത ഗവർണറേറ്റിലെ ഹൈമയിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ബസ് അപകടത്തിൽ 12 സ്വദേശികൾക്ക് പരിക്കേറ്റിരുന്നു. കോവിഡ് കാലത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം സഹായമെത്തിച്ച 10 MPമാരുടെ പട്ടികയിൽ വയനാട് MP രാഹുൽ ഗാന്ധിയും. ഡൽഹി ആസ്ഥാനമായ ഗവേൺ ഐ എന്ന സംഘടന നടത്തിയ സർവേയിലാണ് രാഹുൽ 3ാമതെത്തിയത്. വയനാട്ടിൽ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടത്തിയ ശ്രമങ്ങളും ലോക്ക്ഡൌൺ മൂലം ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ സ്വീകരിച്ച നടപടികളുമാണ് MP എന്ന നിലയിൽ രാഹുലിന്റെ മികവായി സർവേ കണ്ടെത്തിയത്. ബ്രിട്ടനിൽ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കണ്ടെത്തിയതിനു പിന്നാലെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ക്രിസ്മസ്, പുതുവർഷ ആഘോഷങ്ങളിൽ കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കാനാണ് നിയന്ത്രണം. ആഘോഷങ്ങളിൽ സാമൂഹിക അകലം പാലിക്കാതെ ജനം തടിച്ചുകൂടുന്നത് അതിവേഗം കോവിഡ് പടരാൻ ഇടയാക്കും. മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, മണിപ്പൂർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. കർണാടകയിൽ ജനുവരി 1 വരെയാണ് രാത്രികാല കർഫ്യൂ. ജനുവരി 1 വരെ രാത്രി 11 മുതൽ രാവിലെ 5 വരെ കർഫ്യൂ നിലനിൽക്കും. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ ആളുകൾ പുറത്തിറങ്ങരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഇതോടെ ഈ യുഗം ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
Oriental Bakery and Restaurant, Old Airport Road, Makkah Kadim, Doha, Qatar. For bookings, please contact 4465-2311 or 4465-2383. Home delivery through Tolabat. Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies. Think innovative. Grandma, bye. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു നല്ല ശീലങ്ങൾ. വാഫിയ ഡേറ്റ്സ് ദ ന്യൂ ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചർ. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, products manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosk, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും. ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലോ. ഇന്ത്യൻ കോഫി ഹൗസ്, ദോഹയിൽ ജൈദ ഫ്ലൈ ഓവറിന് സമീപം. Call 4444-0902. Indian Coffee House. രുചികളുടെ കലവറ, ടോപ്പ് സ്റ്റാർ റെസ്റ്റോറന്റ്, മുകളിന, ദോഹ. ബാർബിക്യൂ ഈസ് അവർ സ്പെഷ്യാലിറ്റി. ടേസ്റ്റ് ദ ബെസ്റ്റ്. ഫോർ ഓർഡേഴ്സ് പ്ലീസ് കോൾ. വി ആർ റെഡി ടു സെർവ് യു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവൽകൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ്, അരിയെടുത്ത പാലം, കോഴിക്കോട്.